സ്ത്രീവിരുദ്ധ പരാമർശവുമായി കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി. ഭർത്താവ് മരിച്ച സ്ത്രീകളെ ഏതെങ്കിലും മുറിയിൽ ഒതുങ്ങിക്കൂടുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയല്ല വേണ്ടതെന്നുമായിരുന്നു സമസ്ത നേതാവിൻ്റെ വിവാദ പരാമർശം. മകൾക്കൊപ്പം മണാലിക്ക് യാത്ര പോയ കോഴിക്കോട് സ്വദേശിനി നഫീസ് ഉമ്മയുടെ പേരെടുത്തു പറഞ്ഞാണ് അധിക്ഷേപം. വിധവയായ സ്ത്രീക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്ന് മകൾ മറുപടി ചോദിച്ചിട്ടുണ്ട്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തിന്റെ കുറുഞ്ചെലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ മണാലിയിൽ മകൾക്കൊപ്പം ടൂറിന് പോയ നഫീസമ്മയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വൈറലായിരുന്നു. നമ്മൾ കണ്ടതാണ് നിഷ്കളങ്കമായ ആ ഉമ്മയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ യാത്ര ചെയ്ത് സന്തോഷം കണ്ടെത്തുക എന്നത് നഫീസമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് സുഹൃത്തുക്കളെയൊക്കെ തന്നെയും കൂടെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് അത്തരത്തിലൊരു യാത്ര ആ ഉമ്മ പോകുന്നത്. ആ സ്ഥലത്തെത്തി ആ മഞ്ഞുകൂനകൾക്കിടയിൽ നിന്നുള്ള ആ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ ഏറ്റെടുത്തതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടേരി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച വല്യമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് ദിക്റും സ്വലാത്തും ചൊല്ലുന്നതിന് പകരം ഏതോ നാട്ടിൽ മഞ്ഞിൽ കളിക്കാൻ പോയി എന്നൊരു വലിയ രീതിയിലുള്ള വിവാദ പരാമർശം തന്നെയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പരാമർശം അദ്ദേഹത്തിന്റെ വിവാദ പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും രൂക്ഷ പ്രതികരണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും മകൾ ഇതിൽ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് തങ്ങളെയൊക്കെ നോക്കിയതിനു ശേഷമാണ് ആ ഉമ്മ അത്തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി പോയത്. അതിനെയൊക്കെ ഇത്തരം നീചമായ കമന്റ് ഇട്ട് പറയുന്നത് എന്തിനാണ് എന്നൊരു കാര്യം തന്നെയാണ് മകളും ചോദിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് മകൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് വലിയൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം പല തരത്തിലും പല സന്ദർഭങ്ങളിലും ഈ കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള വിവാദ പരാമർശമായി രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ സ്ത്രീകളൊക്കെ തന്നെയും അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടവരാണ് എന്നൊരു പരാമർശവുമായി രംഗത്ത് വന്നതൊക്കെ തന്നെയും ഏറെ ചർച്ചയായ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശം പല കാലഘട്ടത്തിലും ഇവർ ഉയർത്തുന്നു. പ്രധാനമായും ശബ്ദമിടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇവർ പുറം ലോകത്ത് അല്ലെങ്കിൽ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നു. അത്തരത്തിൽ സ്ത്രീകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിധവകളായ സ്ത്രീകളൊക്കെ തന്നെയും അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ് എന്നൊരു പരാമർശവുമായാണ് ഈ നേതാക്കളൊക്കെ തന്നെയും രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. വിധവകൾക്ക് ഇത്തരത്തിൽ ലോകം കാണുവാൻ വിലക്കുണ്ടോ എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായ ഒന്ന് തന്നെയാണ് കൃഷ്ണരാജ്. എന്തായാലും വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടുകയല്ലേ വേണ്ടത്, മണാലിയിൽ പോയി മഞ്ഞിൽ കളിക്കണോ എന്ന ചോദ്യമാണ് കാന്തപുരം വിഭാഗം നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ മകളുടെ മറുചോദ്യം വിധവകൾക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ എന്നാണ്. ഉത്തരം പറയും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.